നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയുടെ പിൻബലത്തിൽ CPM-ൽ പുനരാലോചന. മൂന്നാം LDF സർക്കാർ എന്ന ലക്ഷ്യം നടപ്പാക്കുന്നതിനായി ജനസാധ്യത മുഖ്യ വിഷയമാക്കിയെടുക്കാനാണ് പാർട്ടിക്കകത്ത് ചർച്ച ഉയരുന്നത്. ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ജനപ്രിയരായ പുതുമുഖങ്ങളെയും പ്രമുഖ നേതാക്കളെയും പാർട്ടി രംഗത്തിറക്കണമെന്നാണ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും അനുഭാവി യോഗങ്ങളിലും ഉയരുന്ന വികാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച യുവ നേതാക്കളുടെയും മഹിളാ പ്രതിനിധികളുടെയും ലിസ്റ്റ് CPM പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന കർശന നിബന്ധനയിൽ ഇത്തവണ ചില ഇളവുകൾ വരുത്താൻ CPM ആലോചിക്കുന്നുണ്ട്. ഇതുവഴി പ്രമുഖ നേതാക്കളെ വീണ്ടും രംഗത്തിറക്കാനാണ് സാധ്യത. TM തോമസ് ഐസക്, PK ബിജു തുടങ്ങിയ നേതാക്കളും സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് മടങ്ങി വരാനിടയുണ്ട്. അതേസമയം EP ജയരാജൻ, പുത്തലത്ത് ദിനേശൻ എന്നിവരെ മത്സരിപ്പിക്കേണ്ടതില്ലെന്നാണ് പൊതു അഭിപ്രായം. നേരത്തെ പിണറായി വിജയന് മാത്രമാണ് പാർട്ടിയിൽ ഇളവുണ്ടായിരുന്നത്. ധർമ്മടത്ത് നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇക്കുറിയും ജനവിധി തേടാനാണ് സാധ്യത. മട്ടന്നൂരിൽ നിലവിലെ MLA-യും മുൻ ആരോഗ്യമന്ത്രിയുമായ KK ശൈലജ വീണ്ടും മത്സരിക്കാനിടയുണ്ട്. ശൈലജ ടീച്ചറെ പിണറായിക്ക് പിന്നിൽ രണ്ടാമനായി ഉയർത്തിക്കാട്ടണമെന്നാണ് CPM-ന്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഉയരുന്ന ആവശ്യം. തലശ്ശേരിയിൽ സ്പീക്കർ AN ഷംസീർ വീണ്ടും മത്സരിച്ചേക്കും. തളിപ്പറം MLA-ആയ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വീണ്ടും മത്സരിക്കാനിടയില്ല. അതുപോലെ കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി MV ജയരാജനെ മത്സരിപ്പിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ P ജയരാജനടക്കമുള്ള പഴയ പടക്കുതിരകൾക്ക് അവസരം കൊടുക്കാനിടയില്ല. പയ്യന്നൂർ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥി മാറ്റം പരിഗണനയിലുണ്ട്. നിലവിലെ MLA-ആയ TI മധുസൂദനനെതിരെ ഉയർന്ന ഫണ്ട് വെട്ടിപ്പ് ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായിരുന്നു. രക്തസാക്ഷി ധനരാജ് ഫണ്ട്, പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ട്, തിരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. ഫണ്ട് വിവാദം ഉന്നയിച്ച പയ്യന്നൂർ മുൻ ഏരിയ സെക്രട്ടറി V കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയതിനെ തുടർന്ന് പ്രാദേശികമായി ഒരു വിഭാഗം പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധമുണ്ട്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിമത സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട്. മധുസൂദനനെ മാറ്റി പുതിയൊരാളെ പരീക്ഷിക്കണമെന്ന ആവശ്യം പ്രാദേശിക തലത്തിൽ ശക്തമാണ്. എന്നാൽ വിമതരുടെ തീരുമാനം അംഗീകരിക്കുന്നതിന് തുല്യമാവും ഇതെന്നാണ് CPM-ന്റെ ഔദ്യോഗിക പക്ഷത്തിന്റെ വിലയിരുത്തൽ. അതിനിടെ ജോൺ ബ്രിട്ടാസിനെ കണ്ണൂരിൽ നിന്നോ കോഴിക്കോട്ട് നിന്നോ മത്സരിപ്പിക്കണമെന്ന ആവശ്യവും പാർട്ടിക്കകത്തുണ്ട്. രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഇറങ്ങുമെന്നും തൃശ്ശൂർ പോലുള്ള ഏതെങ്കിലും പ്രധാന മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നും ചില മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ താൻ നിയമസഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന് അദ്ദേഹം തന്നെ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ രാജ്യസഭാ കാലാവധി പൂർത്തിയാക്കാൻ 2027 വരെ സമയമുണ്ടെന്നാണ് ബ്രിട്ടാസ് പറയുന്നത്. പക്ഷേ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ജനപ്രിയരായ പുതിയ മുഖങ്ങളെ രംഗത്തിറക്കുകയല്ലാതെ വേറെ പോംവഴിയില്ല. ഈ സാഹചര്യത്തിൽ ബ്രിട്ടാസിന്റെ പേരും ചർച്ചകളിൽ തുടരുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റ MV നികേഷ് കുമാറിന് ഇനിയും ഒരു അവസരം കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഒരു വിഭാഗം നികേഷിന് വേണ്ടിയും രംഗത്തെത്തിയിട്ടുണ്ട്. PV അൻവർ LDF വിട്ട സാഹചര്യത്തിൽ മുൻ MLA M സ്വരാജിനെ ഇവിടെ പരിഗണിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ സ്വരാജിന് കോഴിക്കോട്ടെയോ കണ്ണൂരിലെയോ ഒരു സുരക്ഷിത മണ്ഡലം കൊടുക്കണമെന്നും ആവശ്യമുണ്ട്. ബേപ്പൂരിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് തന്നെ മണ്ഡലം നിലനിർത്താൻ ഇറങ്ങാനാണ് സാധ്യത. ഇവിടെ PV അൻവർ എതിരാളിയായി വരുമെന്നാണ് സൂചന. കോഴിക്കോട് ജില്ലയിലും CPM കരുതലോടെയാണ് നീങ്ങുന്നത്. ബാലുശ്ശേരിയിൽ നിലവിലെ MLA KM സച്ചിൻ ദേവ് വീണ്ടും ജനവിധി തേടാനാണ് സാധ്യത. കോഴിക്കോട് നോർത്ത് MLA തോട്ടത്തിൽ രവീന്ദ്രൻ 2 ടൈം നിബന്ധനയിൽ ഇളവ് ലഭിക്കാനിടയുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന് പകരം പുതിയ മുഖങ്ങളെ കൊണ്ടുവരാനും പാർട്ടി ആലോചിക്കുന്നുണ്ട്. മുൻ MLA A പ്രദീപ് കുമാറിന്റെ മകൾ അമിത പ്രദീപിനെ പോലുള്ള യുവ നേതാക്കളുടെ പേരുകളും പ്രാദേശികമായി ചർച്ചയിലുണ്ട്. പേരാമ്പ്രയിൽ മുതിർന്ന നേതാവ് TP രാമകൃഷ്ണൻ മണ്ഡലം നിലനിർത്താൻ വീണ്ടും ഇറങ്ങിയേക്കുമെന്നാണ് അറിയുന്നത്. CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബും മത്സരിക്കണമെന്ന് അണികൾക്കിടയിൽ നിന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്. എന്നാൽ തനിക്ക് വ്യക്തിപരമായി മത്സരിക്കാൻ താല്പര്യമില്ല എന്നാണ് മെഹബൂബ് പറയുന്നത്. മലപ്പുറം ജില്ലയിൽ സമൂഹത്തിൽ പേരുള്ള ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ CPM കണ്ടുവച്ചിട്ടുണ്ടെന്നാണ് അറിവ്.